പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ ഹാർവസ്റ്റ് TV പ്രേക്ഷകർക്കും വീണ്ടും ഗ്ലോറി ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രിയ ബിജു ബ്രദറാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ തിരുവചനത്തിലോട്ട് കടക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഇപ്പോൾ തന്നെ ആ പ്രിയ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അസാധാരണമായ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് മൂലം ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയും ബലവും ഇപ്പോൾ തന്നെ കടന്നു വരുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ തന്നെ അദ്ദേഹം നിറയപ്പെട്ടതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, തിരുകരത്തിൽ ഏൽപ്പിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രോഗ്രാമുകൾ ഹാർവസ്റ്റ് TVയിൽ എല്ലാ ട്യൂസ്ഡേയും സാറ്റർഡേയും ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഉച്ചതിരിഞ്ഞ് 2:30 മണിക്ക് നടക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ നമുക്കുണ്ട്. അതിൻ്റെ പേര് അപ്പോസ്റ്റൽ ജാക്സൺ ജെയിംസ് എന്നാണ്. അങ്ങനെ അപ്പോസ്റ്റൽ ജാക്സൺ ജെയിംസ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആക്സസ് ചെയ്യാം. നിരന്തരമായിട്ട് നമ്മുടെ മെസ്സേജുകളും സോങ്സും എല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിച്ചാട്ടെ. അതോടൊപ്പം തന്നെ നമുക്ക് ഡെയിലി സൂം മീറ്റിങ്ങുകൾ അവൈലബിൾ ആണ്. ആ ഡെയിലി സൂം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. അതോടൊപ്പം തന്നെ പ്രാർത്ഥനകൾക്കായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ നിരന്തരമായിട്ട് അധികാരം എന്ന ഒരു സബ്ജക്റ്റാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ അധികാരം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ റൂളർഷിപ്പ്, ദൈവത്തിൻ്റെ അതോറിറ്റി എന്ന സബ്ജക്റ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് തുടർമാനമായിട്ട് അല്പം കൂടെ കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു. അതോറിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞാട്ടെ, അതോറിറ്റി ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അധികാരം. ദൈവം തൻ്റെ അധികാരം ഉപയോഗിച്ചാണ് പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഹല്ലേലൂയ. പല കാര്യങ്ങളല്ല, എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു അതോറിറ്റി ദൈവത്തിനുണ്ട്. അതോറിറ്റി നമ്മൾ ഈ ഭൂമിയിലും നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടത്തിയെടുക്കുവാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അതോറിറ്റീസിൻ്റെ അടുക്കലാണ് ചെല്ലുന്നത്. ഹല്ലേലൂയ. അവർക്ക് അതിനുള്ള ലീഗൽ പെർമിഷൻ ഉണ്ട്. ഹല്ലേലൂയ. അതേപോലെ തന്നെ ദൈവം തൻ്റെ അധികാരം ഉപയോഗിച്ച് ഈ ലോകത്തെ, മറ്റു കാര്യങ്ങളെ, ഗാലക്സികളെ, പ്ലാനറ്റുകളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നു, എല്ലാം നിയന്ത്രിക്കുന്നു. തൻ്റെ വാക്കിന് അതോറിറ്റി ഉള്ളത് കൊണ്ടാണ് തൻ്റെ വാക്കിന് മുൻപിൽ അത് കീഴടങ്ങുന്നത്. അപ്പോൾ ഇതേ അതോറിറ്റി, ദൈവത്തിലുണ്ടായിരുന്ന ഇതേ അതോറിറ്റിയാണ് ദൈവം മനുഷ്യനിലോട്ടും കൈമാറിയത്. ദൈവം തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും ദൈവം തൻ്റെ സ്വന്തം സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സ്വന്തം സാദൃശ്യവും സ്വരൂപവും എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ആത്മ മനുഷ്യനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്വന്തം സാദൃശ്യം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ഗുണഗണങ്ങളിലുള്ള പല ഗുണഗണങ്ങളും അതിൻ്റെ അകത്തേക്ക് കയറി വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൻ്റെ അതോറിറ്റി നമ്മുടെ അകത്തേക്ക് കയറി വന്നു എന്നുള്ള കാര്യം. ഈ അറിവ് നമ്മുടെ അകത്ത് ശക്തമായിട്ട് ചലിച്ചെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ നമ്മുടെ വീണ്ടും ജനന മനുഷ്യനിൽ, അല്ലെങ്കിൽ അകത്തെ മനുഷ്യനിൽ, അല്ലെങ്കിൽ സ്പിരിറ്റ് മാനിൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ അതോറിറ്റി എന്ന സ്വഭാവം കടന്നു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം ചലിക്കുന്നത് പോലെ അതോറിറ്റിയിൽ ചലിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ. അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതോറിറ്റി എന്ന് പറഞ്ഞാൽ കരയുക, നിലവിളിക്കുക, ദൈവത്തോട് അയ്യം വിളിക്കുക എന്നല്ല അർത്ഥം. ഹല്ലേലൂയ. അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാക്കിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ വാക്ക് എന്ന പോലെ ഈ ഭൂമിയിലെ കാര്യങ്ങൾ അനുസരണത്തോടെ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നതിൻ്റെ പേരാണ് അതോറിറ്റി. ഹല്ലേലൂയ. ഈ നമ്മൾ എത്ര പ്രസംഗിച്ചെന്ന് പറഞ്ഞാലും ഈ അതോറിറ്റി നമുക്കുണ്ടെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ അത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക്. കാരണം നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ദൈവത്തിൻ്റെതാണ്, അത് ദൈവത്തിൻ്റെതാണ്, അത് ദൈവത്തിൻ്റെതാണ്, അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്, ദൈവത്തിൻ്റെ സ്വഭാവമാണ്, ദൈവത്തിൻ്റെ സ്വഭാവമാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാനായിട്ടുണ്ട്.
അത് 2 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുകയാണ്, ത്രൂ ദിസ് ഹി ഹാസ് ഗിവൺ us his very great and precious promises so that through them you may participate in the divine nature. അവൻ നമുക്ക് വിലയേറിയ വാഗ്ദത്തങ്ങൾ നൽകി, ഒപ്പം തന്നെ നാം അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായല്ലോ എന്നവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇതാണ്: മനുഷ്യൻ അല്ലെങ്കിൽ വീണ്ടും ജനിച്ച ആത്മമനുഷ്യൻ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി എന്നാണ് എഴുതിയിരിക്കുന്നത്. വി ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഡിവൈൻ നേച്ചർ. നമ്മളുടെ ആക്ച്വലി സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഹല്ലേലൂയ. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യം: മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഡിവൈൻ നേച്ചർ അല്ല എന്ന് വരികിൽ, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു ഭാഷയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ സ്വഭാവം അവന് തിരിച്ചു കിട്ടി എന്നുള്ളതാണ് സുവിശേഷം. പക്ഷെങ്കിൽ ഈ സുവിശേഷം ഒഴിച്ച് ബാക്കി എല്ലാ സുവിശേഷവും നമ്മൾ കേൾക്കും. ഹല്ലേലൂയ. കാരണം ഇതാണ് സുവിശേഷം എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ബോധ്യമായിട്ടില്ല. ഇനി ആരെങ്കിലും ഈ സത്യസുവിശേഷം പ്രസംഗിച്ചാൽ അവനോട് ആൾക്കാർ പറയും, നിങ്ങൾ വചനത്തിലേക്ക് മടങ്ങി വരിക, നിങ്ങൾ ദൈവവചനത്തിനെതിരായി പോകുന്നു, നിങ്ങൾ ദൈവമാകാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചില മെസ്സേജുകളും നമ്മുടെ മീറ്റിങ്ങുകളും നടക്കുന്ന അത്ഭുതങ്ങളും കണ്ടിട്ട് ഒരു വ്യക്തി നമുക്ക് എഴുതുകയാണ്, ഒരു വലിയ ദൈവദാസൻ നമുക്ക് എഴുതുകയാണ്, ദയവായി വചനത്തിലേക്ക് മടങ്ങി വരിക. കാരണം, അല്ലെങ്കിൽ അടുത്തൊരു വാചകം കൂടെ എഴുതി, ദയവായി ആൾ ദൈവമാകാതിരിക്കുക. അപ്പോൾ ഇവർ ആ വാക്കുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി എന്ന വാചകം പറയുമ്പോൾ ഇവർ ചിന്തിക്കുകയാണ് നമ്മൾ ദൈവമായി എന്ന്. അല്ലെങ്കിൽ ഇവർ ചിന്തിക്കുകയാണ് നമ്മൾ പറയുന്നത് അടുത്ത ദൈവം ഞാനാണ്, എന്നെ വന്ന് ആരാധിച്ചോ എന്നാണ് പറയുന്നതെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, നിങ്ങൾ ആൾ ദൈവമാകാൻ ശ്രമിക്കുന്നു, ദയവായി വചനത്തിലേക്ക് മടങ്ങി വരിക. പക്ഷെങ്കിൽ ബൈബിളിൻ്റെ സുവിശേഷം എന്താണെന്ന് ഇവരിപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബൈബിളിൻ്റെ സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, ആദാമിൽ മരണപ്പെട്ടുപോയ ആത്മമനുഷ്യൻ, ദൈവാനുരൂപമായിരിക്കുന്ന ആത്മമനുഷ്യൻ, ദൈവത്തിൻ്റെ അതേ സ്വഭാവവും അതേ സാദൃശ്യവും ഉള്ള ആത്മമനുഷ്യനെ വീണ്ടും ജനനത്താൽ യേശുക്രിസ്തുവിലൂടെ മനുഷ്യനിലേക്ക് തിരിച്ച് റീഇൻസ്റ്റോൾ ചെയ്തു എന്നതാണ് സുവിശേഷം. എന്നാൽ ആ സുവിശേഷം ആരെങ്കിലും പ്രസംഗിച്ചാൽ അന്ന് തൊട്ട് അവനെ വലിച്ചു കീറും, അവനെ ആക്ഷേപിക്കാൻ തുടങ്ങും, അവനെ കള്ളപ്രവാചകനെന്ന് മുദ്ര കുത്തും. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചർ. പക്ഷേ എന്ന് കരുതി എനിക്ക് ഈ സത്യം പ്രസംഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. 2 പത്രോസ് 1:4 പറയുകയാണ്, ഒരു മീൻപിടുത്തക്കാരൻ എഴുതുകയാണ്, ഞാനിപ്പം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായെന്ന്. മീൻപിടുത്തക്കാരനായ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പലവട്ടം യേശുവിനെ തള്ളിപ്പറയേണ്ടി വന്ന, ഹല്ലേലൂയ, ആമേൻ, ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത, ആമേൻ, സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എഴുതുകയാണ്, ഞാൻ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായെന്ന്. നമ്മൾ മലയാളികൾ എങ്ങാനും അന്ന് ജീവിച്ചിരുന്നെങ്കിൽ പത്രോസിനെ വലിച്ചു കീറി തീയിലിട്ടേന്. എടാ നീ ദൈവമാകാൻ ശ്രമിക്കുവാന്നോടാ, എടാ നീ ആൾ ദൈവം കളിക്കുവാന്നോടാ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ആകെപ്പാടെ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയേനെ. ഇന്നും അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആരെങ്കിലും ഈ സത്യം പ്രസംഗിച്ചാൽ അന്ന് അവനെതിരെ യൂട്യൂബ് വീഡിയോ വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ആളുകളെ നോക്കണ്ട, വചനം നോക്കുക. എന്താണ് സുവിശേഷം? സുവിശേഷം ഇത്രയേ ഉള്ളൂ, ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം മനുഷ്യനിൽ നഷ്ടപ്പെട്ടു പോയി. ആ ആത്മമനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സ്വഭാവത്തെ വീണ്ടും ജനനത്താൽ തിരിച്ചു കൊണ്ടുവന്നു. ഇതാണ് സുവിശേഷം. ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് തിരിച്ചു വന്നതിൽ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് അതോറിറ്റി. മനുഷ്യനിൽ ദൈവത്തിൻ്റെ പോലത്തെ ഒരു അതോറിറ്റി ഉണ്ടായിരുന്നു. അതോറിറ്റി. ഈ വാചകങ്ങൾ ഞാൻ പറയുന്നത് നാളെ തൊട്ട് മനുഷ്യനെ വീണ് നമസ്കരിക്കുക, വർഷിപ്പ് ചെയ്യാനല്ല. വർഷിപ്പ് ഒഴിച്ച്, ഹല്ലേലൂയ, ബാക്കി എല്ലാത്തിനും നമ്മളിനകത്ത് ദൈവ തുല്യമാകുന്ന സ്വഭാവങ്ങളെ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു. നമ്മൾ ആരാധനയ്ക്ക് യോഗ്യരല്ല. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തു മാത്രമാണ്. പക്ഷേ യേശു ക്രിസ്തു പറഞ്ഞു, സ്വർഗത്തിലെ ഭൂമിയിലെ സകല അധികാരവും എനിക്ക് തന്നിരിക്കുന്നു, അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് തരാൻ പോവാ. നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പോൾ അധികാരം നമുക്ക് തന്നു. ഹല്ലേലൂയ. നമുക്ക് ആരാധന തന്നെന്ന് എഴുതിയിട്ടില്ല.
അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധനയ്ക്ക് യോഗ്യനായി എന്നല്ല അർത്ഥം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ അകത്തുള്ള ദിവ്യ സ്വഭാവങ്ങളുണ്ട്, ഡിവൈൻ നേച്ചറുകളുണ്ട്. അതിന് നമുക്ക് കൂട്ടാളിയാകാം. അതിൽ പ്രധാനപ്പെട്ടതാണ് അതോറിറ്റി ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ അതോറിറ്റി. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ അധികാരം. ദൈവത്തിൻ്റെ അധികാരം. ഹല്ലേലൂയ. ഈ അധികാരം ദൈവം മനുഷ്യനിലേക്ക് കൊടുത്തു. ഹല്ലേലൂയ. ആദിമ മനുഷ്യനായ ആദാമിന് ഈ അധികാരം ദൈവം എന്ത് ചെയ്തു? കൊടുത്തിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവരിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി. പിശാച് അത് അവരിൽ നിന്ന് നഷ്ടമാക്കി കളഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ന് തൊട്ടാണ് തോൽവികൾ ആരംഭിച്ചത്. നിങ്ങൾക്കറിയാം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്തിനാണ്? വാഴാനും ഭരിക്കാനും, അല്ലേ? വാഴാനും ഭരിക്കാനും. നമ്മൾ ഒത്തിരി പഠിച്ചു കഴിഞ്ഞു. ഉൽപ്പത്തി 1 എഴുതിയിരിക്കുകയാണ്, നീ സർവ്വത്തിൻ്റെ മേലും വാഴുക, നീ സർവ്വത്തെയും ഭരിക്കുക. ആ വാഴുക, ഭരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഡിവൈൻ നേച്ചർ, അതോറിറ്റിയാണ്. ദൈവത്തിൽ ഉണ്ടായിരുന്ന അതേ സ്വഭാവം. ദൈവത്തിൻ്റെ മുൻപിൽ പുലി കീഴടങ്ങുമായിരുന്നെങ്കിൽ ആദാമിൻ്റെ മുൻപിലും പുലി കീഴടങ്ങുമായിരുന്നു. ദൈവത്തിൻ്റെ മുൻപിൽ കടൽ കീഴടങ്ങുമെങ്കിൽ ആദാമിൻ്റെ മുൻപിലും കടൽ കീഴടങ്ങുമായിരുന്നു. ദൈവത്തിൻ്റെ മുൻപിൽ കാറ്റ് അനുസരണത്തോടെ പഞ്ചപുച്ഛമടക്കി നിൽക്കുമായിരുന്നെങ്കിൽ ആദാമിൻ്റെ മുൻപിലും അത് പഞ്ചപുച്ഛമടക്കി നിൽക്കുമായിരുന്നു. ഹല്ലേലൂയ. ഇതിൻ്റെ പേരാണ് അതോറിറ്റി. ഇപ്പോഴും നിങ്ങൾക്ക് അത് അങ്ങോട്ട് ക്ലിക്ക് ആകുന്നില്ല ബ്രദറെ. അതൊക്കെ ദൈവം ചെയ്യുന്ന കാര്യങ്ങളല്ലേ? അല്ല. ഈ ഭൂമിയെ ദൈവം മനുഷ്യനാണ് കൊടുത്തത്. സ്വർഗം യഹോവയുടെ സ്വർഗം, ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് സങ്കീർത്തനങ്ങളിൽ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ദൈവം വാഴുന്നത് പോലെ ഭൂമിയിൽ തൻ്റെ ആത്മമനുഷ്യൻ വാഴണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ഇനി 1-2 സംഭവങ്ങൾ എടുക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ സംസാരിച്ചത്. ഒന്ന്, ഹല്ലേലൂയ, മത്തായിയുടെ സുവിശേഷം, ഹല്ലേലൂയ, അതിൻ്റെ 14-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം. അവിടെ യേശു കടലിന്മേൽ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ വരുന്ന ഒരു സിനാരിയോ അല്ലെങ്കിൽ ഒരു സീൻ നമുക്ക് കാണാം, ഒരു സന്ദർഭം നമുക്ക് കാണാം. യേശു കടലിൻ്റെ മുകളിൽ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ വരുന്ന ഒരു സിനാരിയോ നമുക്ക് അവിടെ കാണാം. ആ സിനാരിയോയിൽ ശിഷ്യന്മാരൊന്ന് ഭയപ്പെട്ടു, ഭൂതമാണോ എന്നൊക്കെ ഡൗട്ട് അടിച്ചു. അതിനുശേഷം ശിഷ്യന്മാർ ചോദിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട പത്രോസ് ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 28-ാം വാക്യത്തിൽ, കർത്താവേ, ഇത് നീ ആണെങ്കിൽ എനിക്കും വെള്ളത്തിൻ്റെ മേൽ വരണം, എനിക്കും വെള്ളത്തിൻ്റെ മേൽ നടക്കണം. നമ്മളായിരുന്നു ഹല്ലേലൂയ ആ സ്ഥാനത്തെങ്കിൽ നമ്മൾ പറഞ്ഞാലേ, എടാ പത്രോസേ, ദൈവം ചെയ്യുന്ന പണി നീ ചെയ്യാൻ നിൽക്കല്ലേ, നീ എന്താ ആൾ ദൈവമാകാൻ ശ്രമിക്കുവാന്നോ? നിന്റെ മുമ്പിൽ കടലിന്റെ മുകളിൽ കൂടെ നടന്നത് മനുഷ്യനല്ല, അത് ദൈവമായതുകൊണ്ടാണ് നടന്നത്. നീ എന്താ ദൈവമാകാൻ ആഗ്രഹിക്കുന്നേ? നീ എന്താ കടലിന്റെ മുകളിൽ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നേ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ അവനോട് ചോദിച്ചേനെ. പക്ഷെങ്കിൽ എൻ്റെ ചോദ്യം നിങ്ങളോട്, യേശു ആ ചോദ്യം അവനോട് ചോദിച്ചോ? ഉത്തരം ഇല്ല. യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, വരിക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. യേശു എന്ത് ചെയ്തോ അത് തന്നെ നമ്മൾ ചെയ്യണമെന്നാണ് യേശുവിൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. പക്ഷെ ഈ മർമ്മം, ഈ സുവിശേഷം ഇപ്പോഴും നമുക്ക് പിടികിട്ടിയിട്ടില്ല. എന്താണ് സുവിശേഷം? മനുഷ്യൻ ദൈവത്തെ പോലെ ജീവിക്കുന്ന ജീവിതമാണ് സുവിശേഷം. എന്ന് പറഞ്ഞാൽ കടലിന്റെ മുകളിൽ പത്രോസേ, എനിക്ക് അധികാരമുണ്ട്, നീ അതിന് മുകളിൽ നടക്കണമെന്ന് ആഗ്രഹിച്ചാൽ നിനക്കും അതിൻ്റെ മുകളിൽ നടക്കാമെന്ന് മാത്രമല്ല, നീ അതിൻ്റെ മുകളിൽ നടക്കണം. മസ്റ്റാണ്. അതോറിറ്റി ഈസ് മസ്റ്റ്. ഞാൻ പിന്നെ എടുത്തു പറയുന്നു, ഇത് കമ്മറ്റി കളിക്കുന്ന ജഡീകൻ ഉള്ളതല്ല, ചർച്ചിൽ അടിയുണ്ടാക്കുന്ന ജഡീകൻ ഉള്ളതല്ല ഈ ദൂത്. ഇതൊന്നും ഹല്ലേലൂയ തോന്നിവാസം കളിച്ച് നടക്കുന്ന വിശ്വാസിക്കുള്ള ദൂതുകൾ അല്ല. ഈ ദൂത് ആർക്കുള്ളതാണ്? ഇതൊരാത്മമനുഷ്യനുള്ള ദൂതാണ്. ആത്മമനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ എന്നെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കണം. യേശു വേറെ ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞു, യോഹന്നാൻ 14 അതിങ്ങനെയാണ്, നിങ്ങൾ എന്നിലും അധികം ചെയ്യണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഡിവൈൻ അതോറിറ്റി അത് നമ്മളിലേക്ക് കടന്നു വന്നാൽ യേശു എന്തൊക്കെ ചെയ്തോ അത് നമുക്കും ചെയ്യാൻ സാധിക്കും,
സാധിക്കണം. ഹല്ലേലൂയ. അതിനെന്ത് ചെയ്യണം? നിങ്ങളുടെ ആത്മമനുഷ്യൻ എഴുന്നേക്കണം, ആത്മമനുഷ്യൻ വളരണം. അത് ക്രിസ്തു എന്ന തലയോളം വളരുമ്പോൾ നിങ്ങളുടെ അകത്ത് ആ അതോറിറ്റി വെളി വരാൻ പോവുകയാണ്. ഇത്രയും നാൾ നിങ്ങളെ പലപ്പോഴും ബുദ്ധിമുട്ടിപ്പിച്ച, ഭാരപ്പെടുത്തിയ ആ വിഷയങ്ങളുടെ നടുവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അകത്തുനിന്ന് ഡിവൈൻ അതോറിറ്റി വെളി വരണം. ഹല്ലേലൂയ. പക്ഷേ ഇന്നും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? കരയുക, അലറുക, നിലവിളിക്കുക. വാസ്തവത്തിൽ കരച്ചിൽ, അലറൽ, നിലവിളിക്കൽ, ഇത് മൂന്നും ഏറ്റവും ബൈബിളിലെ ബേസിക് കാര്യങ്ങളാണ്. അതൊരിക്കലും ശിഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളല്ല. അത് കർത്താവിലേക്ക് ഇന്ന് വരുന്ന ശിശു ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ആ ശിശു ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോഴും ആവർത്തിച്ച് സഭയിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ശിശു ചെയ്യേണ്ടത് എന്ത്? കരയുക, കരച്ചിൽ തുരുത്തിയിലാക്കുക, വീണ്ടും അലറുക, വീണ്ടും നിലവിളിക്കുക. കോവിഡ് വന്നാൽ നിലവിളിക്കുക, കൊറോണ വന്നാൽ നിലവിളിക്കുക, അടുത്ത പ്രശ്നം വരുമ്പം കർത്താവിനോട് അലറുക. എനിക്ക് ചില പ്രശ്നങ്ങൾ വന്നപ്പം ദൈവദാസന്മാർ എന്നോട് പറഞ്ഞു, അത് കരച്ചിൽ ഇച്ചിരൂടെ തുരുത്തിയിലാകാൻ ഉണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭകൾ പലപ്പോഴും എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ശിശുക്കളെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അടുത്ത റലത്തിൽ ഒരു മെസ്സേജ് പറഞ്ഞാൽ അത് ഈ വിശ്വാസികൾക്ക് തിരിച്ചറിയാനും കഴിവില്ല, അതാണ് സത്യമെന്ന് മനസ്സിലാക്കാനും അവർക്ക് കഴിവില്ല. ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്ക് അധികാരം ഉണ്ട് എന്നല്ല പറഞ്ഞത്. ആ അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് ലൂക്കോസ് 10 യേശു പറഞ്ഞത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ആ അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്കൊരു അധികാരം കയറി വരണമെന്ന്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ അകത്തേക്കൊരു അധികാരം വരണമെന്ന്? ആ അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ആ അധികാരമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരാനും തഴയ്ക്കാനും ആദാമിനെ പോലെ ഭൂമിയിൽ ജീവിക്കാനും സാധിക്കത്തുള്ളൂ. ഷാബ്രലെഫേനിയാറ്റസ്. മർക്കോസ് 4:35 മുതൽ വായിച്ചാൽ അവിടെ ഒരു സംഭവം കൂടെ കാണാം. അതൊരു കാറ്റ് ശിഷ്യന്മാർക്കെതിരെയും യേശുവിനെതിരെയും വരുന്ന സന്ദർഭമാണ്. ശിഷ്യന്മാർ എഴുന്നേറ്റ് കറക്റ്റ് കാര്യമല്ലേ ചെയ്തത്? യേശുവിനോട് അലറി നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ? നമ്മളാണെങ്കിൽ പറഞ്ഞേനേം, എന്നാ കറക്റ്റ് പ്രാർത്ഥനയാ, എന്ത് താഴ്മയാ, അവർ എൻ്റെ മുൻപിൽ ഇത്രയും അലറി നിലവിളിച്ചല്ലോ, അവരുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു കൊടുക്കാം. പക്ഷേ യേശു അതല്ല പറഞ്ഞത്. യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ എന്നെ ഉണർത്തിയത് എന്തിന്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലേ? നിങ്ങൾക്കിപ്പോഴും ഭയമാണോ? എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. എന്തിനാണ് എന്നെ അലറി കൂവി വിളിച്ചെഴുന്നേൽപ്പിച്ചത്? ശിശുക്കളെ പോലെ. നിങ്ങൾ ശിശുക്കളല്ലല്ലോ, നിങ്ങൾ ആത്മാവിൽ ശിശുക്കളല്ലല്ലോ. ആത്മാവിൽ ശിശുക്കൾ അലറി വിളിക്കുമ്പോൾ ഞാൻ അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ശിഷ്യന്മാരല്ലേ? നിങ്ങൾ എൻ്റെ അതേ അധികാരം വഹിക്കേണ്ടവരല്ലേ? നിങ്ങൾ എന്തിനെന്നെ ഉണർത്തി? ഈ കാറ്റൊക്കെ നിസ്സാരമല്ലേ? എൻ്റെ വാക്കിന് മുൻപിൽ കീഴടങ്ങുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കിന് മുൻപിലും അത് കീഴടങ്ങത്തില്ലയോ? എന്തിനാണ് എന്നെ ഉണർത്തിയത്? ഇന്ന് ഹാർവസ്റ്റ് ടിവിയിലെ പ്രേക്ഷകരോട് ദൈവത്തിന് ചോദിക്കാനുള്ളത്, എന്തിനാണ് നിങ്ങൾ ഇപ്പോഴും അലറി കരഞ്ഞു കൂവിക്കൊണ്ടിരിക്കുന്നത്? എന്തിനാണ് കരച്ചിൽ തുരുത്തിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. അത് ശിശുക്കളുടെ സ്വഭാവമാണ്. ഈ ബൈബിളിൽ ഒത്തിരി ശിശുക്കൾ കരഞ്ഞിട്ടുണ്ട്, ആത്മീയ ശിശുക്കൾ കരഞ്ഞിട്ടുണ്ട്, ദൈവം അത് സാധിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ എന്നും ശിശുത്വത്തിൽ തുടർന്നാൽ ശിഷ്യന്മാർക്ക് കിട്ടിയ അതേ വഴക്ക് നമുക്കും കിട്ടും. എന്തിനെന്നെ ഉണർത്തി? ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഭീരുക്കളാകുന്നത് എന്തിന്? ഇന്ന് അനേകരോട് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുന്നത് എന്തിന്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലേ? നിങ്ങൾക്കിപ്പോഴും ആ കാറ്റിനെ പോലും ഒന്ന് അടക്കാൻ പറ്റുന്നില്ലേ? ആ ക്യാൻസറിനെ ഒന്ന് അടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി എന്ന് നിങ്ങൾ പറയുന്നത്? എന്ത് ദിവ്യ സ്വഭാവത്തിനാണ് നിങ്ങൾ കൂട്ടാളിയായത്? എന്താണ് എൻ്റെ സുവിശേഷം? നിങ്ങളെ എൻ്റെ സ്വഭാവത്തിലാക്കിയെടുക്കുക, നിങ്ങളെ യേശു ആക്കിയെടുക്കുക. എന്താണ് സുവിശേഷം?
1 യോഹന്നാൻ 4:16, ഈ ലോകത്തിൽ നമ്മൾ യേശു ക്രിസ്തുവിനെ പോലെ നല്ല മനുഷ്യരെ ഉണ്ടാക്കാനല്ല സുവിശേഷം വന്നത്, ദൈവത്തെ പോലിരിക്കുന്ന മനുഷ്യരെ ഉണ്ടാക്കാനാണ്. അതേ സാദൃശ്യം, അതേ സ്വരൂപം. നമ്മളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു, സുവിശേഷം എന്ന് പറഞ്ഞാൽ കുറെ നല്ല മനുഷ്യരെ ഉണ്ടാക്കുന്നതാണെന്ന്. നമ്മളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു, സുവിശേഷം എന്ന് പറഞ്ഞാൽ തിരുത്തുകയാണെന്ന്. തെറ്റുകൾ തിരുത്തുക, വീണ്ടും തിരുത്തുക, മനുഷ്യനെ തിരുത്തി അല്ല. അതല്ല സുവിശേഷം. മനുഷ്യനെ ദൈവസാദൃശ്യമാക്കുന്നതാണ് സുവിശേഷം. അതിനാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്. നിന്നെ തിരുത്താനല്ല യേശു വന്നത്, നിന്നെ പുതിയതാക്കാൻ, നിന്നെ അവനെ പോലാക്കാൻ, അവൻ്റെ സാദൃശ്യമാക്കാൻ, അവൻ്റെ സ്വരൂപമാക്കാൻ, അവൻ്റെ ഇമേജ് ആക്കാൻ, അവൻ്റെ ലൈക്നെസ് ആക്കാൻ, അവൻ്റെ അതേ അതോറിറ്റി നിനക്ക് തരാൻ, അവൻ്റെ അതേ സ്വഭാവത്തിന് നിന്നെ കൂട്ടാളിയാക്കാൻ. 2 പത്രോസ് 1:4 പിന്നെ ഞാൻ വായിക്കട്ടെ. ദിവ്യ സ്വഭാവത്തിന് നിങ്ങളെ കൂട്ടാളികളാക്കിയിരിക്കുന്നു. ദിവ്യ സ്വഭാവത്തിന് നിങ്ങളെ കൂട്ടാളികളാക്കിയിരിക്കുന്നു. ഇന്ന് എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എന്നെ പരിശുദ്ധാത്മാവ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിന് മേൽ വാഴ്ച എടുക്കേണ്ട മിനിറ്റുകൾ അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഹല്ലേലൂയ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നതിൻ്റെ മേൽ അത് വാഴ്ച എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കരച്ചിൽ നിർത്തുക, വിലാപം നിർത്തുക, അധികാരമേറ്റെടുക്കുക. നിങ്ങളുടെ അധികാരത്തിൻ്റെ ദണ്ഡ് എവിടെ? നിങ്ങളുടെ അധികാരത്തിൻ്റെ വാക്കുകൾ എവിടെ? യേശുക്രിസ്തു പറഞ്ഞ എന്താണ്? ആരെങ്കിലും വിശ്വാസത്തോടെ ഈ മലയോട് നീങ്ങിപ്പോകാൻ കൽപ്പിച്ചാൽ മല നിങ്ങളെ അനുസരിക്കണം, കാറ്റ് നിങ്ങളെ അനുസരിക്കണം. ഹല്ലേലൂയ. അത്തിവൃക്ഷം നിങ്ങളെ അനുസരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 17 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മത്തായി 17:20 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, hallelujah. If you have faith as small as a mustard seed, you can say to this mountain, move from here to there, and it will move. Nothing will be impossible for you. അവിടെ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ, നിങ്ങൾ ഈ മലയോട് നീങ്ങി കടലിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ നിങ്ങളെ അനുസരിക്കും. നിങ്ങൾക്കൊന്നും അസാധ്യമല്ലല്ലോ, ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. നല്ല വാക്യത്തിൽ എഴുതിയത് നിങ്ങൾക്കൊന്നും അസാധ്യമല്ലല്ലോ. ഇന്ന് എനിക്ക് പറയാനുള്ള ദൂത് ഇതാണ്: ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെങ്കിൽ ആത്മീക വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ അതേ സ്വഭാവമായ എനിക്കും ഒന്നും അസാധ്യമല്ല എന്ന് തിരിച്ചറിയുന്നത്. സംശയമുണ്ടെങ്കിൽ മത്തായി 17:20 വാക്യം 21 വാക്യം ഒന്നുകൂടെ എടുത്ത് വായിച്ചു നോക്കിക്കൊള്ളുക. അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഈ മലയോട് നീങ്ങി പോകാൻ കൽപ്പിച്ചാൽ അത് പോകും. രണ്ടാമത് അവിടെ എഴുതിയിരിക്കുന്ന ആശയം ഇതാണ്: നിങ്ങൾക്ക് ഒന്നും അസാധ്യമല്ലല്ലോ. Nothing will be impossible for you. Nothing will be impossible for me എന്ന് മാത്രം പറഞ്ഞ് യേശുക്രിസ്തു നിർത്തിയില്ല. യേശുക്രിസ്തു പറഞ്ഞത് എന്നാൽ ഒന്നും അസാധ്യമല്ല എന്ന് മാത്രമല്ല, നിങ്ങളാൽ ഒന്നും അസാധ്യമല്ലല്ലോ. ഇന്നെനിക്ക് ഹാർവസ്റ്റ് ടിവിയിലൂടെ ഇങ്ങനെ വിളിച്ചു പറയാൻ ആഗ്രഹമുണ്ട്: നിങ്ങളാൽ ഒന്നും അസാധ്യം അല്ല, അല്ല, അല്ല. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അതോറിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അതോറിറ്റി ഉണ്ട്. നത്തിങ് വിൽ ബി ഇമ്പോസിബിൾ ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഇന്ന് കേട്ട വചനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഓരോ വ്യക്തികളെയും തിരുക്കരത്തിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, അവരുടെ ലൈഫിൽ അസാധാരണമായ മാറ്റങ്ങൾ ഈ ദിവസങ്ങളിൽ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന വൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവരുടെ അകത്ത് ദൈവത്തിൻ്റെ അതോറിറ്റി ഉണ്ട്. അതിപ്പോൾ അറിയുമ്പോൾ അത് വെളിയിലേക്ക് ഒഴുകട്ടെ. അവരുടെ സർവ്വ പ്രശ്നങ്ങളുടെ മേലും വാഴുവാൻ, ഭരിക്കുവാൻ, ദൈവ സാദൃശ്യമായി അതിനോട് നീങ്ങുക എന്ന് കൽപ്പിക്കുവാൻ അവരുടെ നാവിനെ ദൈവം ഉപയോഗിക്കട്ടെ. ഏലിയാവ് പറഞ്ഞ പോലെ, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല. അത് അഹങ്കാരമല്ല, അതാണ് ദൈവം ഏതൊരാത്മമനുഷ്യനിൽ നിന്നും ആഗ്രഹിക്കുന്ന അടിസ്ഥാനമായ സ്വഭാവം. ആ ദൈവത്തിൻ്റെ അതോറിറ്റി, ആ ദൈവത്തിൻ്റെ സാദൃശ്യം, ആ ദൈവത്തിൻ്റെ സ്വരൂപം, എസ്പെഷ്യലി ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അതിൻ്റെ അകത്തെ അതോറിറ്റി എന്ന സ്വഭാവത്തെക്കുറിച്ചാണ്. അത് ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിലേക്കും
കടന്നു വരുവാൻ ഞങ്ങൾ ഒരുമിച്ച് അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. തിരുക്കരത്തിൽ ഇവരെ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു and see you in the next episode. Amen. ആന്റിയുടെ ആസ്മ രോഗത്തെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. ആന്റി പറഞ്ഞാട്ടെ, അതിന്റെ മുഴുവൻ അനുഭവങ്ങളും ഒരുമിച്ച് പറഞ്ഞാട്ടെ. യെസ്. ആസ്മ രോഗത്തെക്കുറിച്ച് പറയാനുള്ളത്, എനിക്കിപ്പോൾ 57 വയസ്സ് പ്രായമുണ്ട്. എൻ്റെ 16ാമത്തെ വയസ്സിൽ ഞാൻ SLC പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് ഒരു ദിവസം എൻ്റെ വീട്ടിലെ ഒരു റൂമിനകത്ത് വെച്ച് എനിക്ക് പതുക്കെ ശ്വാസം മുട്ടൽ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ആ 16 വയസ്സിൽ തുടങ്ങിയിട്ട് ഈ 57 വയസ്സ് വരെ അത് തുടർന്നുകൊണ്ടിരിക്കുകയത്. അതായത് ആദ്യ കുറെ കാലങ്ങളിലൊക്കെ ഞാൻ ഗുളികകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അത് കുറെ കഴിഞ്ഞപ്പോഴാണ് ഇൻഹീലറിലേക്ക് ഒക്കെ ആൾക്കാർ കടന്നു തുടങ്ങിയത്. അന്ന് തുടങ്ങി. കൃത്യം എണ്ണാനൊന്നും പറയല, എങ്കിലും ഒരു മാസത്തിൽ ഒരു ഇൻഹീലർ എങ്കിലും വെച്ച് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് ചില ദിവസങ്ങളിൽ ഒന്നായിരിക്കും, 2 ആയിരിക്കും, 3 ആയിരിക്കും. അതില്ലാതെ ഒരു ജീവിതം എനിക്കില്ല. കാരണം എൻ്റെ വീടിൻ്റെ ഓരോ മുറിയിലും, അതുപോലെ ഞാൻ പുറത്ത് പോകുമ്പോൾ എൻ്റെ ബാഗുകളിലെല്ലാം ഞാനത് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിൽ പോയി ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സമയത്ത് പോലും ശ്വാസം മുട്ടി വീണ് പോകുന്ന അവസ്ഥയിലാണ് എൻ്റെ ജീവിതം. ഒരു 10 കാഴ്ചയോടെ ഒന്നും നടക്കാനോ ഒരു കയറ്റം കയറാനോ എനിക്ക് പറ്റിയല്ല. ആ തരത്തില് 41 വർഷം ഈ ശ്വാസം മുട്ടലുമായിട്ട് ഞാൻ നടക്കുന്ന വ്യക്തിയാണ്. അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന്. അതിപ്പോ ഓരോ ഘട്ടം കഴിയുന്തോറും ഇതിന്റെ അളവ് കൂടിക്കൂടിയാ വരുന്നത്. അപ്പൊ എന്നും ഞാൻ ഭയപ്പെട്ടാ ജീവിച്ചത്. ഇതിഞ്ഞി ഈ മരുന്നെല്ലാം നിന്നു പോകും, ശ്വാസം മുട്ടി മരിക്കുകയുള്ളല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ പല അനുഭവങ്ങളിൽ കൂടെ പല സ്ഥലങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല ദൈവദാസന്മാരും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരിക്കലും സൗഖ്യം കിട്ടിയിട്ടില്ല. പക്ഷെ എങ്കിലും ഈ ജാക്സൺ ബ്രദറിന്റെ ഈ സൂം മീറ്റിങ്ങിനകത്ത് കയറിയ സമയം മുതൽ എൻ്റെ ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നിപ്പോ 8ാമത്തെ ദിവസമാണ്, അതോ 7ആണോന്ന് കൃത്യമായിട്ടല്ല. കാരണം തലേ ദിവസം ഞാൻ മരുന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 7 ആണോ 8 ആണോ ഈ ദിവസമായിട്ട് ഇത്രയും ദിവസത്തിനകം ഞാൻ ഒരു പ്രാവശ്യം പോലും ആ മരുന്ന് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു അനുഭവം ആന്റി പറയുന്നത് 41 വർഷത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടില്ല. ഡെയിലി 1ൽ കൂടുതൽ തവണ മരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് ആന്റി. അല്ലെങ്കിൽ ആന്റിക്ക് ശ്വാസം മുട്ടുമെന്നാണ് പറഞ്ഞത്, അല്ലേ ആന്റി? അങ്ങനെയല്ലേ? അതെ അതെ. 41 വർഷമായ ആ അനുഭവത്തിൽ നിന്ന് കർത്താവ് ഗ്ലോറി റലം ഇറങ്ങിയപ്പോൾ പൂർണ്ണ സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ ഒരുമിച്ച്.